സാധനം എൻ്റെ കയ്യിലില്ല. ഈ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ആട്ടാ. സൂപ്പറാണ്. ഇതിങ്ങനെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ആ കൈയിൻ്റെ ഉള്ളനടിയൊക്കെ ഇങ്ങനെ ഇത്തിരി ഒറ്റിച്ചിട്ട് ഇതൊന്ന് കുടിച്ചു നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എൻ്റെ വായിൽ ദാ ഇപ്പോഴും വെള്ളം കൊണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് റെസിപ്പി വേണ്ടേ? അപ്പോൾ പച്ചമുന്തിരി ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇത് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ കേട്ടോ ഒരു 2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഉലുവ പൊട്ടിച്ചു കൊടുക്കുക. അതുപോലെ കടുകും ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി രണ്ടും നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മസാലകളായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം ഒന്ന് ആ മസാലൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ പഞ്ചസാരയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച പച്ചമുന്തിരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ആക്കിയാൽ അതിങ്ങനെ ഉടഞ്ഞു പോകും കേട്ടോ. ഇനി അതിലേക്ക് കായപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് സുർക്കി ആവശ്യത്തിന് കേട്ടോ. ഇനി ഇതെല്ലാം ഒരു 3 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് നല്ലൊരു ബോട്ടിലാക്കിയിട്ട് മാറ്റി വെക്കാം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കുന്നുണ്ടോ. ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ വിശ്വാസമാവും അറിയില്ല. സംഭവം നമ്മുടെ പച്ചമുന്തിരി ഇല്ലേ, പച്ചമുന്തിരി അച്ചാർ ഇതിപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇത് 2 ദിവസം കൂടെ കുടിച്ചാൽ ഇതിലേറെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അടിപൊളി. അപ്പോൾ ഓക്കെ, ബൈ.